ഏട്ടാ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. എന്റെ തലയിലൊന്നും കേറുന്നില്ല. എന്നിട്ട് അതിൽ നഗലേട്ടാ എന്റെ പുരികം ഒന്ന് പ്ലക്ക് ചെയ്യോ? കുട്ടി എന്റെ ക്ലിനിക്കിലേക്ക് ഇരിക്കൂ, ഞാനിപ്പോ വരാം. താങ്ക് യു. നകുലോ, അമ്മയോട് നഷ്ടപരിഹാരം എത്ര എടുത്ത് വെക്കാൻ പറയണം. ഇത് വെറും സൗന്ദര്യ ചികിത്സയല്ല. അതെ, ആ നിൽപ്പും നാണവും ക്ലിനിക്കിലേക്കുള്ള പോക്കും ലക്ഷണം പെശക. എനിക്ക് ശീലമുള്ളതാ, നകുലേട്ടന്റെ ഭാഗ്യം. ക്ലിനിക്കിലേക്ക് ചെല്ലൂ ഡോക്ടർ നകുല. പേഷ്യന്റ് വെയിറ്റ് ചെയ്തു. എന്റെ തൊഴിലിനെ കളിയാക്കലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. നിങ്ങൾക്കറിയില്ല എന്റെ മഹത്വം. താമരയെ ഒരു സുന്ദരിയാക്കി നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരും. കൊണ്ട് അവൻ പെട്ടു, അവളും. എനിക്ക് നല്ല വിശപ്പ്. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നകുലേട്ടാ, എന്ത് തേജസ് നകുലേട്ടന്റെ മുഖത്തിന്. ഇതെങ്ങനെയാവുന്നേ? ജന്മം കൊണ്ട് കിട്ടി, പിന്നെ പരിപാലനം. കുട്ടി കണ്ണടച്ച് കിടന്നുള്ളൂ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. എന്താ നകുലേട്ടൻ തൊടുമ്പോ എനിക്ക് എന്താ പോലെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യേ, എന്തൊരു സ്പീഡാ. അയ്യോ, നകുലേട്ടാ, എന്റെ സ്കിൻ എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആണോ? ഒന്ന് തൊട്ടു നോക്കിയേ. എന്തു പറ്റി? പരപുരുഷന്മാർ സ്പർശിക്കുമ്പോ പെൺകുട്ടികൾ ഇങ്ങനൊരു ശബ്ദം ഉണ്ടാക്കണ്ടേ? നിർബന്ധമില്ല. എന്ത് രസ നകുലേട്ടന്റെ സംസാരം കേൾക്കാൻ. അടുത്ത് നിൽക്കുമ്പോ എന്തോ പോലെ. മര്യാദക്ക് കണ്ണടച്ച് കിടക്ക്. നകുലേട്ടാ, ഐ ലവ് യു നകുലേട്ടാ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടാ. ശവം മുഖം അടുത്ത് കാണുമ്പോ പേടിയായിട്ട് വയ്യ. വേദനയുണ്ടോടി മോളെ? ഐ ലവ് യു പറഞ്ഞപ്പോ നകുലേട്ടൻ അടുത്ത് വന്നു. കിസ് ചെയ്യാനാന്നാ ഞാൻ കരുതിയത്. പക്ഷെ പുരികം പിടിച്ച ഒറ്റ വലി. ഇവർക്കാർക്കും പെണ്ണുങ്ങളെ ഇഷ്ടമല്ല അമ്മേ. പണ്ടത്തെ കാലത്താണെങ്കിലേ കാമദേവൻ വന്നൊരു അമ്പ ചെയ്താ ആരുടെ മനസ്സിലും പ്രേമം മുളയ്ക്കുമായിരുന്നു. ഇപ്പൊ അയാൾ എവിടെയുണ്ട്? ആര്? കാമദേവൻ. ഓ എടി പൊട്ടി, അത് പുരാണത്തിലാ. ഓ, ഇക്കാലത്ത് അയാൾ ഉണ്ടായിരുന്നെങ്കിലേ അമ്മായിക്ക് സ്വൈര്യം കൊടുക്കുമായിരുന്നോ? ഒരു രക്ഷയില്ലെങ്കിൽ ഇവന്മാരെ കുറച്ച് ചീത്തം വിളിച്ച് നമുക്കിറങ്ങാം. ഇല്ലമ്മേ, അങ്ങനെ നമ്മൾ ഇറങ്ങില്ലമ്മേ. എന്താ മോള് പറഞ്ഞേ? ഇപ്പോ എനിക്ക് വാശിയാ ഇവിടുത്തെ മരുമകളായിട്ട് ജീവിക്കണമെന്ന്. എടി, അതെ അമ്മേ, 2 എണ്ണം പോയെങ്കിലും 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. ഒന്നിനും ഞാൻ വീഴ്ത്തും. തന്തയ്ക്ക് പിറന്നതല്ലെങ്കിലും നീ തള്ളയ്ക്ക് പിറന്നത് തന്നെയടി. എന്തിനാ സ്വത്തും പണോ? നിന്നെ പോലെയുള്ള മക്കളെ തന്നാ പോരെ? എന്റെ ദൈവമേ.